ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം 26 ആണ്. അപ്പോൾ 26ലെ ക്വസ്റ്റ്യന് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴ്സ് ഇത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. കോംപ്ലക്സ് നമ്പറിലെ ചോദ്യങ്ങൾ പല ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ഇതൊരു പുതിയ ക്വസ്റ്റ്യനാണ്, നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഉപയോഗിച്ച് മാത്രം ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ആൽഫ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ നമ്പർ ഓഫ് സൊല്യൂഷനാണ്. ഓക്കെ, എത്ര സൊല്യൂഷൻ ഉണ്ടോ അതിൻ്റെ എണ്ണമാണ് ആൽഫ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആരെക്കുറിച്ച് ധാരണയില്ല, സെഡിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. അപ്പോൾ സെഡോ മോഡ് സെഡോ നമുക്ക് അറിയില്ല. അപ്പോൾ സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തന്നെ വളരെ കോംപ്ലക്സ് ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. ഈ സെഡിൻ്റെ ഈ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഒരു സാധാരണ A+IBയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ സെഡിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മോഡുലസും ആർഗ്യുമെൻറ്റും കാണാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ നമുക്ക് ബീറ്റയും ആൽഫയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പോയിന്റിൽ നിന്നുകൊണ്ട് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ആൽഫ കണ്ടുപിടിക്കാം. ആൽഫ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൊല്യൂഷൻ ടു ദി ഇക്വേഷൻ 1 - i മോഡുലസ് 1 - i ഹോൾ പവർ എക്സ് ഇസ് ഈക്വൽ ടു 2 പവർ എക്സ് ആണ്. ഇതിലെ നമ്പർ ഓഫ് സൊല്യൂഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം മോഡുലസ് 1 - i എന്ന് പറഞ്ഞാൽ √2 ആണ് അല്ലേ? അപ്പോൾ √2 എന്ന് പറയുന്നത് എന്താണ്? √2 റേസ് ടു എക്സ് ആണ് വരിക. √2 ഹോൾ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 2 റേസ് ടു എക്സ് ആണ്. √2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 പവർ 1/2 ആണ്. അപ്പോൾ ഇത് നമുക്ക് 2 പവർ x/2 എന്ന് എഴുതാൻ കഴിയും. ദാറ്റ്സ് ഈക്വൽ ടു 2 പവർ എക്സ് എന്ന് എഴുതാൻ കഴിയും. ബേസ് സെയിം ആണെങ്കിൽ പവർ സെയിം ആണ്. അപ്പോൾ x/2 ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ കഴിയും. x/2 ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ട് സൈഡും വേരിയബിൾ എക്സ് ക്യാൻസൽ ചെയ്തേക്കരുത്. 2x ഈക്വൽ ടു എക്സ് എന്നാണ് കിട്ടുക. 2x ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം x ഈക്വൽ ടു 0 എന്നാണ്. കാര്യം 2x - x ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് x ഈക്വൽ ടു 0 ആണ്. So there is only one possible solution. Therefore the number of solution എന്ന് പറയുന്നത് ആൽഫയുടെ എണ്ണം. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു 1 ഓൺലി ബിക്കോസ് ഓൺലി x ഈക്വൽ ടു 0 വിൽ സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ആൽഫ കിട്ടി. ഇനി നമുക്ക് ബീറ്റ കണ്ടുപിടിക്കണം. പക്ഷേ ബീറ്റ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സെഡ് എന്താണെന്ന് അറിയണം. അപ്പോൾ സെഡിന് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ വേണ്ടി പോവാണ്. സെഡ് ഇസ് ഈക്വൽ ടു π/4 ഇൻറ്റു 1 + i ഹോൾ റേസ് ടു 4 ആണ്. ഞാൻ ആ 1 + i ഹോൾ റേസ് ടു 4നെ 1 + i ഹോൾ സ്ക്വയർ 1 + i ഹോൾ സ്ക്വയർ ചെയ്യാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് 1 + 2i - i സ്ക്വയർ എത്രയാണ്? -1 ആണ്. പിന്നെ ഒരു സ്ക്വയർ ഇട്ടു. കാര്യം 1 + i ഹോൾ റേസ് ടു 4 1 + i ഹോൾ റേസ് ടു 4 അല്ല ഞാൻ ചെയ്തിരിക്കുന്നത് 1 + i ഹോൾ സ്ക്വയർ ആണ്. 1 + i ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2 × 1 × i 2i പ്ലസ് i സ്ക്വയർ -1. അത് വെറും 1 + i ഹോൾ സ്ക്വയർ ആണ്. പക്ഷേ 1 + i ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ അതിനൊന്നും കൂടെ സ്ക്വയർ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ആ എക്സ്പാൻഷൻ A+b ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ അത് എഴുതി. ഇൻറ്റു എന്തുണ്ട്? ഇൻറ്റു നമുക്കിവിടെ ഉള്ളത് ഇൻറ്റു അതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ താഴെ എഴുതുന്നുണ്ട്. ഇൻറ്റു ബാക്കി വരുന്നത് 1 - √2πi ആണ്. 1 - √2πi താഴെയുള്ളത് √2π + i ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലും താഴെയും കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. √2π - i താഴെയും √2π - i. ദെൻ പ്ലസ് ബാക്കിയുള്ള എന്താണ്? √2π - i താഴെ വരുന്നത് 1 + ജസ്റ്റ് എ മൊമെൻറ്റ് താഴെ വരുന്നത് ഇവിടെ മുകളിൽ √2π - i താഴെ വരുന്നത് 1 + √2πi. അപ്പോൾ ഞാനിവിടെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ആണ്. 1 - √2πi താഴെയും 1 - √2πi ആണ്. യെസ്, അങ്ങനെ ചെയ്തു. അപ്പോൾ സെഡിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? π/4 ഇൻറ്റു ഇവിടെ നമുക്കറിയാം 2i ഹോൾ സ്ക്വയർ മാത്രമേ ഉള്ളൂ അല്ലേ? 2i ഹോൾ സ്ക്വയർ എന്ന് എഴുതി. പിന്നെ ബ്രാക്കറ്റിൽ നമ്മളവിടെ നോക്കിക്കേ, ഈ ഒരു സംഗതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് വരിക? നോക്കിക്കോ, 1 × √2π എന്ന് പറയുന്നത് √2π ആണ്. ശ്രദ്ധിച്ച് ചെയ്യണം, √2π ആണ്. പിന്നെ വരുന്നത് -i ആണ്. പിന്നെ വരുന്നത് πi ആണ്, -πi ആണ്. പിന്നെ വരുന്നത് -√2π പ്ലസ് i സ്ക്വയർ മൈനസ് വരും, -√2π എന്നാണ് വരിക, -√2π. താഴെ വരുന്നത് π + 1 ആണ് അല്ലേ? A + ib × a - ib a² + b² ആണ്.
പിന്നെ വരുന്നത് പ്ലസ്. അതേപോലെ അടുത്ത ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. ഇതാ ഇവർ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടാൻ നോക്കാം. പ്ലസ് റൂട്ട് പൈ ഇൻറ്റു 1 എന്ത് കിട്ടും, റൂട്ട് പൈ എന്ന് കിട്ടി. പിന്നെ വരുന്നത് റൂട്ട് പൈ ഇൻറ്റു മൈനസ് റൂട്ട് പൈ ഐ എന്ന് പറയുന്നത് മൈനസ് പൈ ഐ ആണ്, ശരിയല്ലേ. പിന്നെ വരുന്നത് മൈനസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ എന്ന് വന്നു. പിന്നെ മൈനസ് മൈനസ് പ്ലസ്, പിന്നെ ഐ സ്ക്വയർ മൈനസ് ഐ, വീണ്ടും മൈനസ് റൂട്ട് പൈ എന്ന് വന്നു. താഴെ വരുന്നത് വീണ്ടും 1 പ്ലസ് പൈ എന്നാണ് വരിക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. സോ വാട്ട് ഐ ക്യാൻ ക്യാൻസൽ ഓവർ ഹിയർ? എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? These two things we can cancel, and of course these two things we can cancel. So z is equal to pi by 4 into 2i whole square എന്ന് പറഞ്ഞാൽ 4i square ആണ്, 4 into minus 1 ആണ്. Then into ഇവിടെ നമുക്കൊരു മൈനസിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ മൈനസ് ഐനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ മൈനസ് ഐ ഇൻറ്റു പൈ പ്ലസ് 1 ആയി. താഴെ ഒരു പൈ പ്ലസ് 1 ഉണ്ട്. ദെൻ പ്ലസ് അടുത്തൊന്നൊരു മൈനസ് ഐനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പൈ പ്ലസ് 1 ഉണ്ടാവും. താഴെ ഒരു പൈ പ്ലസ് 1 ഉണ്ട്. ഓക്കെ, സോ പൈ പ്ലസ് 1 നമുക്ക് എല്ലാ സ്ഥലത്തും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് z is equal to 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി പൈ ഇൻറ്റു മൈനസ് 1 ഇൻറ്റു ഇവിടെ വരുന്നത് മൈനസ് 2i ആണ്, മൈനസ് 2i ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് z കിട്ടി. z is equal to പോസിറ്റീവ് 2πi എന്ന് കിട്ടി. വാട്ട് ഈസ് z? പോസിറ്റീവ് 2πi എന്ന് കിട്ടി. മക്കൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഇത്രയും ചെയ്യലാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് z കിട്ടിയല്ലോ. z കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മോഡിൽ എളുപ്പമാണ്. മോഡ് z എന്ന് പറഞ്ഞാൽ വെറും 2π ആണ്. അതുപോലെ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്? 2πi എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ അല്ലേ. 2πi എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് y ആക്സിൽ എബവ് ഒറിജിനാണ് വരുന്നത്. അപ്പോൾ അവിടെ ആർഗ്യുമെൻറ്റ് വരുന്നത് π/2 ആണ് വരിക, ശരിയല്ലേ. π/2 ആണ് ആർഗ്യുമെൻറ്റ് വരിക. അപ്പോൾ നമുക്ക് ബീറ്റ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ബീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് ബീറ്റ ഈസ് മോഡ് z ഡിവൈഡഡ് ബൈ എന്താണ് ബീറ്റ? മോഡ് z ഡിവൈഡഡ് ബൈ ആർഗ്യുമെൻറ്റ് ഓഫ് z ആണ്. മോഡ് z എത്ര കിട്ടിയിട്ടുണ്ട്? നമുക്ക് 2π എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ആർഗ്യുമെൻറ്റ് ഓഫ് z നമുക്ക് π/2 എന്ന് കിട്ടിയിട്ടുണ്ട്. π/2 എന്ന് കിട്ടി. ദിസ് ഈസ് ഗോയിങ് ടു ബി 4. സോ ബീറ്റ ഈസ് 4. നമുക്ക് ആൽഫ 1 ആണ്, ബീറ്റ 4 ആണ്. അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1,4 ആണ്. ഇത് നമ്മൾ ഒരു ലൈൻ എന്നുള്ള ഡിസ്റ്റൻസിലേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ദ ഡിസ്റ്റൻസ് ഫ്രം ദി ലൈൻ 4x minus 3y minus 7 is equal to 0 ആണ്. വാട്ട് യു വിൽ ഡു ഹിയർ? Substitute the point in the line by root of a square plus b square. So we take a modulus and substitute the point in the line. So this is 4 into 1 minus 3 into 4 minus 7 divided by root of 4 square plus 3 square ആണ്. That is equal to 4 minus 12 minus 7 divided by root of 25 എന്ന് വരും, and which is in modulus. Okay, 4 minus 12 is minus 8 minus 7 is minus 15. Minus 15 modulus value എന്ന് പറയുന്നത് പോസിറ്റീവ് 15 ആണ്. പോസിറ്റീവ് 15 divided by 5, that is equal to 3. അപ്പോൾ മക്കളെ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഈസ് ഗോയിങ് ടു ബി 3 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്ത രീതി മനസ്സിലായല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ആൽഫ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ബീറ്റ കാണണമെങ്കിൽ മോഡ് z ബൈ ആർഗ്യുമെൻറ്റ് ഓഫ് z വേണം. അപ്പോൾ z എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മോഡുലസും അതുപോലെ ആർഗ്യുമെൻറ്റും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ z എന്താണെന്ന് അറിയണമെങ്കിൽ z ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതാണ് z കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അതിന് നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ഉണ്ടോ, അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ z നമുക്ക് വളരെ സിമ്പിളായിട്ട് 2πi എന്ന് കിട്ടി. സോ 2πiനെയാണ് അത്ര വലുതാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് 2πiലെത്തിച്ചു. 2πi എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 2πi എന്ന് പറഞ്ഞാൽ വൈ ആക്സിൽ പോയിന്റ് ആണ് 2π അല്ലേ. 2π മീൻസ് 3.14 അപ്രോക്സ് ഇൻറ്റു i ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പോയിന്റ് ഓൺ ദ വൈ ആക്സിസ്. സോ ദർ വി ഹാവ് എൻ ആർഗ്യുമെൻറ്റ് π/2. അവിടെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ π/2 ആണ്. ഒറിജിൻ്റെ മുകളിൽ വൈ ആക്സിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും പ്യുവർലി കോംപ്ലക്സ് ആണെങ്കിൽ അതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് π/2 ആയിരിക്കും എവിടെ എടുത്താലും. ബിലോ ഒറിജിൻ ആണെങ്കിൽ മൈനസ് π/2 ആയിരിക്കും. എക്സ് ആക്സിൽ റൈറ്റ് സൈഡ് ഒറിജിൻ്റെ റൈറ്റ് സൈഡ് ആണെങ്കിൽ 0 ആയിരിക്കും ആർഗ്യുമെൻറ്റ്, ലെഫ്റ്റ് ആണെങ്കിൽ π ആയിരിക്കും ആർഗ്യുമെൻറ്റ്. ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ആർഗ്യുമെൻറ്റ് ഓഫ് z ഇസ് π/2. പെട്ടെന്ന് ആർഗ്യുമെൻറ്റ് ഓഫ് z എന്താ 2π എന്ന് എഴുതി പോകരുത്, π/2 ആണ് ആർഗ്യുമെൻറ്റ്. അങ്ങനെ നമ്മൾ ബീറ്റ കണ്ടുപിടിച്ചു. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞത് ജസ്റ്റ് എ പോയിന്റ് ആണ്. ആ പോയിന്റിനെ രണ്ട് രീതിയിൽ നമുക്ക് തന്നതാണ്. അപ്പോൾ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈനിൽ നിന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.